നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. CPI ആലിശ്ശേരി വാർഡ് കുടുംബ സംഗമം ആവേശമായി മാറി. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്കുകളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നിശ്ചയിച്ചു. വാർത്തകൾ വിശദമായി. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ വർഷങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് ഇത്തവണ മികച്ച രീതിയിൽ നെഹ്റു ട്രോഫി നടത്തുമെന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പെരുമാറ്റച്ചട്ടം പരിഷ്കരിച്ചിട്ടുള്ളതെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ YMCA ഹാളിൽ മുൻ MLA CK സദാശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്ലിനിക്കിൽ വള്ളംകളിയിൽ പാലിക്കേണ്ട നിബന്ധനകൾ വിശദീകരിക്കുകയും ടീമുകളുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. സബ് കളക്ടറും NTBR സൊസൈറ്റി സെക്രട്ടറിയുമായ സമീർ കിഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA KK ഷാജു, RK കുറുപ്പ്, VC ഫ്രാൻസിസ്, MV ഹൽത്താഫ്, KM അഷ്റഫ്, S ഗോപാലകൃഷ്ണൻ, കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ PS വിനോദ്, വിവിധ ടീമുകളുടെ ക്യാപ്റ്റന്മാർ, ലീഡിംഗ് ക്യാപ്റ്റന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPI ആലിശ്ശേരി വാർഡ് കുടുംബ സംഗമം ആവേശമായി മാറി. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൗൺസിൽ അംഗവും നഗരസഭാ ഉപാധ്യക്ഷനുമായ PSM ഹുസൈൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ആലിശ്ശേരി വാർഡ് കുടുംബ സംഗമം ആവേശമായി മാറി. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ഒത്തുചേരുകയും ആഹ്ലാദകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ പങ്കിടുകയും നമ്മുടെ ഈ പ്രദേശത്തെ മികച്ച നിലയിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആളുകളെ ആദരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചേരാൻ പോവുകയാണ്. സെപ്റ്റംബർ 21 മുതൽ 25 വരെ പഞ്ചാബിലെ ചണ്ഡിഗഡിൽ വെച്ചാണ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുടെ സമ്മേളനം, പാർട്ടി കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത 3 വർഷത്തിലൊരിക്കൽ. CPI ജില്ലാ കൗൺസിൽ അംഗവും ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനുമായ PSM ഹുസൈൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. 100 കണക്കിന് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ മുതിർന്ന സഖാക്കളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും കുട്ടികളെയും സംസ്ഥാന പോലീസ് മെഡൽ ജേതാവ് ഉൾപ്പെടെയുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു. പാർട്ടി മണ്ഡലം സെക്രട്ടറി R. സുരേഷ്, മുൻ നഗരസഭ വൈസ് ചെയർമാൻ B. അൻസാരി, R. അനിൽകുമാർ, AR. രംഗൻ, D. സുദർശനൻ, അരവിന്ദ്, നബീസ അക്ബർ, കുഞ്ഞുമോൻ, ദിലീപ്, മുംതാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്കുകളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്കുകളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. 2550 രൂപ വില വരുന്ന ടാങ്ക് 25% ഗുണഭോക്തൃ വിഹിതമായി ഈടാക്കി ടാങ്ക് ഒന്നിന് 640 രൂപ നിരക്കിൽ 261 കുടുംബങ്ങൾക്കാണ് നൽകിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന 16 വിദ്യാർത്ഥികൾക്ക് 37,500 രൂപ വില വരുന്ന ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. 6 ലക്ഷം രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വകയിരുത്തിയത്.
എച്ച് സലാം MLA ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വിജയകരമായി നടപ്പാക്കുന്ന 2 പദ്ധതിയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പദ്ധതി അവർ ആവിഷ്കരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജനവിഭാഗത്തിലൊന്നാണ് മത്സ്യത്തൊഴിലാളി ജനവിഭാഗം. ആ ജനവിഭാഗത്തിന്റെ കുടുംബങ്ങളിലേക്ക് നിലവിലെ നിബന്ധന അനുസരിച്ച് ഏതെല്ലാം പദ്ധതി ഏറ്റെടുക്കാൻ കഴിയുമെന്ന മാർഗരേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പദ്ധതി ഉണ്ടാക്കാൻ നമുക്ക് പൊതുവെ പറ്റുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുടുംബങ്ങളിലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക്, വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കെല്ലാം പോകുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വളരെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് ലാപ്ടോപ്പ് നൽകുക എന്നുള്ളത്. നമ്മുടെ തൊഴിലാളി കുടുംബത്തിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നമുക്കെല്ലാം തമ്മിൽ അറിയാവുന്ന കാര്യമാണ്. ആ കുടുംബത്തിന്റെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രയാസവും എല്ലാം നമുക്ക് തമ്മിൽ അറിയാം. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ നമ്മുടെ മുന്നിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിയായി നമ്മൾ കണക്കിലെടുക്കേണ്ടി വന്നു നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ്. സാധാരണ പരമ്പരാഗതമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളി കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ പ്രയാസം പരിഹരിക്കാൻ ആ തൊഴിലാളിയുടെ മക്കൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ആ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ജീവിതത്തിൽ മെച്ചമായ അവസ്ഥ മക്കളിലൂടെ സാധ്യമാക്കുക, അങ്ങനെ കുടുംബത്തിന്റെ പ്രയാസം പരിഹരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പദ്ധതികൾ നിശ്ചയമായിട്ടും പഞ്ചായത്ത് രൂപീകരിക്കുന്ന. അങ്ങനെയാണ് പറവൂർ ഗലീലിയോ ബീച്ചിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AP സരിത, അംഗങ്ങളായ സുധർമ്മ ബൈജു, വിശാഖ് വിജയൻ, ഫിഷറീസ് ഓഫീസർ ലീന, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി TR സജി എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ലാൽജി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നിശ്ചയിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ് ഇത്തവണ ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഓഗസ്റ്റ് 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഹീറ്റ്സിൽ മികച്ച വിജയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. നറുക്കെടുപ്പ് ചടങ്ങിൽ NTBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KK ഷാജു, RK കുറുപ്പ്, AV മുരളി, MV ഹൽത്താഫ്, KM അഷ്റഫ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി ചെയർമാനും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS വിനോദ്, മാസ് ഡ്രിൽ കണ്ടക്ടർ ഗോപാലകൃഷ്ണൻ, അമ്പയർ ചീഫ് തങ്കച്ചൻ പാട്ടത്തിൽ, അമ്പയർ പ്രണവം ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാർ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവ വോട്ടർ അധികാർ റാലി സംഘടിപ്പിച്ചു. റാലിയെ തുടർന്ന് ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം നടന്ന പൊതുസമ്മേളനം KPCC ഉപാധ്യക്ഷൻ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാർ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവ വോട്ടർ അധികാർ റാലി എന്ന പേരിൽ റാലി സംഘടിപ്പിച്ചു. റാലിയെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC ഉപാധ്യക്ഷൻ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും താൽക്കാലികമായ രാഷ്ട്രീയ വിഷയമല്ല. ശരിയാണ്, ഒരു വിഷയം ഉയർത്തിക്കാട്ടി രാജ്യത്തെ പ്രചരണം നടത്തി അതിന്റെ പേരിൽ കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായിട്ടാണോ നടക്കുന്നത്? ഈ ചോദ്യം കോൺഗ്രസുകാർ മാത്രം ആശങ്കയോടുകൂടി ഉന്നയിക്കേണ്ട ചോദ്യമല്ല. ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തോട് തെല്ലെങ്കിലും മതിപ്പുള്ള ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി എല്ലാ പരിമിതികൾക്കകത്തും നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ രാജ്യസ്നേഹികളുടെയും മനസ്സിലുയരുന്ന ചോദ്യമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കണ്ഠങ്ങളിൽ. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച യോഗത്തിൽ മീനു സജീവ്, RV സ്നേഹ, റഹീം വെറ്റക്കാരൻ, ഷമീം ചിരാമത്ത്, അജിമോൻ കണ്ടല്ലൂർ, അനന്തനാരായണൻ, M ശ്രീകുട്ടൻ, ദീപക് ഏരുവ, ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, നിതിൻ ചെറിയാൻ, അഖിൽ കൃഷ്ണൻ,
ഷാഹുൽ പുതിയപറമ്പിൽ, VK നാഥൻ, ട്രിഫിൻ മാത്യു, AD തോമസ്, മറ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. നേരത്തെ ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലി തിരുവമ്പാടി ജംഗ്ഷൻ, പുലയൻ വഴി, വലിയകുളം ത്രിവേണി ജംഗ്ഷൻ, വട്ടപ്പള്ളി വഴി സെക്രിയ ബസാർ ജംഗ്ഷന് സമീപം സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. CPI ആലിശ്ശേരി വാർഡ് കുടുംബ സംഗമം ആവേശമായി മാറി. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്കുകളും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നിശ്ചയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.